ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ പോയിന്റാണ് കേൾക്കുന്ന എൻ്റെ കുഞ്ഞുമക്കളോട് എല്ലാവരോടും. ഇസ്ലാമിന്റെ ഒരു നിയമത്തെ, അതിന്റെ രീതിയെ നമ്മൾ കമന്റുകളിലായിട്ടും അല്ലാതെയുമൊക്കെ ഇകഴ്ത്തി സംസാരിക്കുന്ന ഒരു പ്രവണത ഇന്ന് വ്യാപകമായിട്ട് കാണുന്നുണ്ട്. ഉസ്താദുമാർക്ക് കുരുപൊട്ടി തുടങ്ങി, മതഭ്രാന്തന്മാർക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ മതം തോറ്റു മനുഷ്യൻ വിജയിച്ചു. ഇസ്ലാം 6-ാം നൂറ്റാണ്ടിലെ കുറെ പഴഞ്ചൻ ആശയങ്ങളാണ്. ഇന്നത്തെ കുട്ടികളൊക്കെ അതെല്ലാം അടുപ്പിലേക്ക് വലിച്ചെറിഞ്ഞു അവര് എൻജോയ് ചെയ്യുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ പോലും ഇസ്ലാമിന്റെ നിയമങ്ങളെ ഭയങ്കരമായിട്ട് ട്രോളുന്ന, ഇകഴ്ത്തി സംസാരിക്കുന്ന ഒരുപാട് കമന്റുകളും വീഡിയോകളും കാണുന്നു. റമദാൻ മാസം നിങ്ങൾ വീട്ടിലിരുന്ന് നോമ്പെടുക്കാതെ ഭക്ഷണം കഴിച്ചാലും ഇസ്ലാം അത് പുറത്തുമില്ല. നീ ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടുകയും പഠിച്ചവനോട് തൗബ ചെയ്താൽ മതി, പഠിച്ചവൻ അത് പുറത്തു തന്നേക്കാം. പക്ഷേ എന്ത് റമദാൻ, എന്ത് നോമ്പ്, ഞാനതൊന്നും നോൽക്കൂല എന്ന് പറഞ്ഞ് പരസ്യമായി റമദാൻ മാസം ഒരാൾ ഭക്ഷണം കഴിക്കുന്നു. ആ നിയമത്തെ പരിഹസിക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിന് പോലും പുറത്തു പോകാനുള്ള സാധ്യതയുള്ള കാര്യമാണ്. അപ്പൊ ദീനിൻ നിയമങ്ങളെ പരിഹസിക്കാതിരിക്കാം. ദീനിന്റെ നിയമം ഇതാണ്, പക്ഷേ നമ്മൾ ചില സിറ്റുവേഷനുകളിൽ തെറ്റ് ചെയ്തു പോയി, പഠിച്ചവനെ എനിക്ക് മാപ്പുതാ, അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പൊരുത്തപ്പെട്ടു തരും. മിനിമം ദീനിനെ പരിഹസിക്കാതിരിക്കുക. അതെന്റെ പ്രിയപ്പെട്ട മക്കളോട് സ്നേഹത്തോടെ പറയാണ്. ചെയ്യുന്നത് തെറ്റാണ്, പാടില്ലാത്തതാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്, പക്ഷെ ചെയ്തു പോയി എനിക്ക് മാപ്പ് തരണേ. എന്ത് ദീന്, എന്ത് നിയമം, എന്ത് ഇസ്ലാം, ഈ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ അത് അപകടമാണ്, അത് അത്യപകടമാണ്. ഏതെങ്കിലും നിമിഷം ഇത് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലായിക്കോളും.